നമസ്കാരം. ഇലക്ട്രിക് വാഹനം വാങ്ങുമ്പോൾ എല്ലാവരും ആദ്യം തന്നെ പരിഗണിക്കുന്ന ഒരു വിഷയമാണ് അതിന്റെ റേഞ്ച്. പെട്രോൾ ഡീസൽ വാഹനങ്ങൾ വെടിഞ്ഞ് EVയിലേക്ക് വരുമ്പോൾ പണം ലാഭിക്കാനായില്ലെങ്കിൽ പിന്നെ എന്ത് പ്രയോജനം? പലപ്പോഴും EV നിർമ്മാതാക്കൾ തങ്ങളുടെ റേഞ്ച് പറയുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും വാഹനം ഓടിക്കുമ്പോൾ കിട്ടുക. അതുകൊണ്ട് തന്നെ ഇതിലൊരു സുതാര്യത വരുത്താനായി നിരവധി പരിഷ്കാരങ്ങളും കേന്ദ്രം നൽകിയിരുന്നു. ഇത്തരത്തിൽ EVകളുടെ റേഞ്ച് കണക്കാക്കുന്നതിൽ സ്റ്റാൻഡേർഡ് ക്രമീകരണം കൊണ്ടുവരുന്നതിനായി കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം അടുത്തിടെ റേഞ്ച് ടെസ്റ്റ് മാനദണ്ഡങ്ങൾ പരിഷ്കരിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിവിധ EV നിർമ്മാതാക്കൾ തങ്ങളുടെ ഇലക്ട്രിക് വാഹനങ്ങളുടെ പരിഷ്കരിച്ച റേഞ്ച് വിവരങ്ങൾ പുറത്തുവിടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യയിലെ നമ്പർ 1 ഇലക്ട്രിക് പാസഞ്ചർ വാഹന നിർമ്മാതാക്കളായ ടാറ്റയുടെ ഉൽപ്പന്നങ്ങളുടെ റേഞ്ച് വിവരങ്ങളും ഇതിന്റെ അടിസ്ഥാനത്തിൽ പുറത്തു വന്നിരിക്കുകയാണ് ഇപ്പോൾ. സാധാരണ ICE എഞ്ചിൻ വാഹനങ്ങൾക്ക് സിറ്റിയിൽ മൈലേജ് കുറയുമ്പോൾ ഹൈവേകളിൽ ഇന്ധനക്ഷമത കൂടുന്നത് പതിവാണ്. എന്നാൽ നേരെ തിരിച്ചാണ് EVകളുടെ കാര്യത്തിൽ സംഭവിക്കുന്നത്. സിറ്റി ഡ്രൈവിംഗ് സാഹചര്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ EVകൾക്ക് ഹൈവേകളിൽ റേഞ്ച് സാധാരണയായി കുറയുന്നതാണ് പതിവ്. വാഹനത്തിന് സ്ഥിരമായ ഉയർന്ന വേഗത നിലനിർത്തേണ്ടതിനാൽ തന്നെ ഹൈവേകളിൽ ബാറ്ററി ചാർജ് വേഗത്തിലായിരിക്കും തീരുന്നത്. മാത്രമല്ല ഹൈവേകളിൽ റീജനറേറ്റീവ് ബ്രേക്കിങ്ങിന്റെ സാധ്യതകളും കുറയുകയാണ്. അതുകൊണ്ട് തന്നെ ഉയർന്ന വേഗതയിൽ എയറോഡൈനാമിക് ഡ്രാഗ് ഗണ്യമായി വർദ്ധിക്കുന്നതും ചാർജ് നന്നായി കുറയാൻ ഇടയാക്കുന്ന കാര്യമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പരിഗണിക്കുകയാണെങ്കിൽ ആദ്യമായി ഒരു വാഹനത്തെ എടുക്കുകയാണെങ്കിൽ അതിന് ടാറ്റയുടെ ഏറ്റവും പുതിയ മോഡലായ കർവ് EV SUV തന്നെ ആദ്യമായിട്ട് എടുക്കാം. 55 kWh, 45 kWh എന്നിങ്ങനെ രണ്ട് ബാറ്ററി പാക്ക് ഓപ്ഷനുകളിലാണ് കർവ് EV ലഭ്യമാവുന്നത്. നേരത്തെ കർവ് EVയുടെ 55 kWh ബാറ്ററി 585 കിലോമീറ്ററും 45 kWh ബാറ്ററി പാക്കിന് 502 കിലോമീറ്ററുമായിരുന്നു ക്ലെയിംഡ് റേഞ്ച് ആയിട്ട് പറഞ്ഞിരുന്നത്. എന്നാൽ പുതിയ MIDC മാനദണ്ഡങ്ങൾ പ്രകാരം 55 kWh ബാറ്ററിക്ക് 502 കിലോമീറ്ററും 45 kWh ബാറ്ററിക്ക് 430 കിലോമീറ്ററുമാണ് റേഞ്ച് എന്നാണ് ടാറ്റ പ്രസ്താവിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന ഇലക്ട്രിക് കാറുകളിൽ ഒന്നായ നെക്സൺ EVയും പുതിയ MIDC മാനദണ്ഡങ്ങൾക്കനുസരിച്ച് പരീക്ഷണം നടത്തിയിട്ടുണ്ട്. 40.5 kWh, 30 kWh എന്നിങ്ങനെ രണ്ട് ബാറ്ററി പാക്ക് ഓപ്ഷനുകളിൽ നെക്സൺ EV വാങ്ങാൻ സാധിക്കുന്നതാണ്. ഈ ബാറ്ററികൾ യഥാക്രമം 465 കിലോമീറ്ററും 325 കിലോമീറ്ററുമായിരുന്നു മുൻപ് പറഞ്ഞിരുന്ന റേഞ്ച്. എന്നാൽ ഇപ്പോൾ 40.5 kWh ബാറ്ററിക്ക് 390 കിലോമീറ്ററും 30 kWh ബാറ്ററിക്ക് 275 കിലോമീറ്ററുമാണ് റേഞ്ച് നൽകും എന്ന് പുതുക്കിയ കണക്കുകൾ പറയുന്നത്. ടാറ്റയുടെ കണക്കുകൾ പ്രകാരം വലിയ ബാറ്ററി പാക്ക് 290 മുതൽ 310 കിലോമീറ്റർ വരെ റേഞ്ച് നൽകുന്നതാണ്. 210 കിലോമീറ്റർ മുതൽ 230 കിലോമീറ്റർ വരെയാണ് ചെറിയ ബാറ്ററി പാക്കിന്റെ റേഞ്ച്. പുതിയ MIDC കണക്കുകൾ അനുസരിച്ച് 35 kWh ബാറ്ററിക്ക് 365 കിലോമീറ്ററും 25 kWh ബാറ്ററിക്ക് 265 കിലോമീറ്ററുമാണ് റേഞ്ച്. ഇപ്പോഴത്തെ ടാറ്റയുടെ കണക്കുകൾ, അതായത് C75 എന്നറിയപ്പെടുന്ന ടാറ്റയുടെ കണക്കുകൾ പ്രകാരം വലിയ ബാറ്ററി പാക്കുള്ള പഞ്ച് ഒറ്റ ചാർജിൽ 270 കിലോമീറ്റർ മുതൽ 290 കിലോമീറ്റർ വരെയും, ചെറിയ ബാറ്ററി പാക്കുള്ള മോഡൽ 190 മുതൽ 210 കിലോമീറ്റർ വരെയും ദൂരം ഓടുന്നുവെന്നാണ് പറയപ്പെടുന്നത്. ടാറ്റയുടെ എൻട്രി ലെവൽ EV ആയ ടിയാഗോ EV രണ്ട് ബാറ്ററി പാക്ക് ഓപ്ഷനുകളിലാണ് വരുന്നത്. 24 kWh, അതുപോലെ തന്നെ 19.2 kWh ബാറ്ററികൾ പുതിയ MIDC മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഫുൾ ചാർജിൽ യഥാക്രമം 275 കിലോമീറ്ററും 221 കിലോമീറ്ററും റേഞ്ച് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പഴയ മാനദണ്ഡങ്ങൾ പ്രകാരം യഥാക്രമം 315 കിലോമീറ്ററും 280 കിലോമീറ്ററുമായിരുന്നു റേഞ്ച്. എന്നാൽ ടിയാഗോ EVയുടെ ചെറിയ ബാറ്ററി പാക്ക് യഥാർത്ഥ ഡ്രൈവിംഗ് സാഹചര്യത്തിൽ 150 മുതൽ 160 കിലോമീറ്റർ റേഞ്ച് നൽകുമെന്നാണ് ടാറ്റയുടെ ഡേറ്റകൾ പറയുന്നത്. മറുവശത്ത് 24 kWh ബാറ്ററി പാക്ക് ഒറ്റ ചാർജിങ്ങിൽ 190 മുതൽ 210 കിലോമീറ്റർ വരെ റേഞ്ച് നൽകുമെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഈ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് EV വാങ്ങണമോ അല്ലെങ്കിൽ പരമ്പരാഗതമായ ഇന്ധന വാഹനം വാങ്ങണമോ എന്ന് തിരഞ്ഞെടുക്കാം. EV വാങ്ങാനിരിക്കുന്നവർ എന്തായാലും ഈ കണക്കുകൾ കൂടി നോക്കി, പ്രത്യേകിച്ച് മൈലേജ്, അതായത് റേഞ്ച് കൂടി കണക്കാക്കുന്നവരാണെങ്കിൽ കാശ് അധികം പോകാൻ പാടില്ല എന്ന്, ഇപ്പം വണ്ടി ഓടി അധികം കാശ് പോകാൻ പാടില്ല അല്ലെങ്കിൽ പെട്ടെന്ന് ചാർജ് തീരുമെന്ന അതീവ ശ്രദ്ധയുള്ളവർ ഈ കണക്കുകൾ കൂടി നോക്കിയിട്ട് വേണം ഷോറൂമുകളിലേക്ക് തിരിക്കാൻ.